ഡേറിയ നോക്കൂ, അയാൾ ഒരുപാട് സമയമായി ആ ടേബിളിൽ ഇരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല. നീ എന്തിനാ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ. അയാളെ കണ്ടിട്ട് എനിക്ക് വിശന്നിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. നിനക്ക് വട്ട, വെറുതെ മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ അന്വേഷിച്ച് നടക്കാൻ. വെയിറ്റർ, പ്ലീസ് കം. ഹേയ്, നീ എന്തിനാ വെയിറ്ററെ വിളിക്കുന്നത്? നീ ഇനിയും എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടോ? പറയൂ മാഡം, നിങ്ങൾക്ക് ഏത് ഫുഡാണ് വേണ്ടത്? എനിക്ക് ഫുഡൊന്നും വേണ്ട. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ദേ, ആ ടേബിളിൽ ഇരിക്കുന്ന ആളെ കണ്ടില്ലേ? അയാൾ എന്താ ഇതുവരെ ഒന്നും കഴിക്കാത്തത്? ഞങ്ങൾ വരുന്നതിന് മുമ്പേ അയാൾ അവിടെ ഉണ്ടല്ലോ. ഇതുവരെ ഒന്നും കഴിക്കുന്നത് കണ്ടില്ല. അതെന്താണെന്നറിയാനാ നിങ്ങളെ വിളിച്ചത്. ഓ, ഇവനായിരുന്നോ? ഇവനിവിടെ സ്ഥിരം വരാറുണ്ട്. പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അല്ല, ഓർഡർ ചെയ്യാറില്ല. ഇവിടെ ഷോപ്പ് അടക്കോളം നിൽക്കും. ഷോപ്പ് അടക്കുമ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കും. അതുമായിട്ട് പോകുന്നത് കാണാം. ഓ പാവം, കണ്ടാൽ അറിയാൻ വിശന്നിരിക്കുകയാണെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യാം, അവന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. ഞാൻ അതിൻ്റെ ബില്ലടച്ചോളാം. നിങ്ങളെപ്പോലെ വളരെ ചുരുക്കം പേരെ കാണും. നിങ്ങൾ ചെയ്തത് എന്തായാലും നല്ലൊരു കാര്യമാണ്. ദാ, ഈ ഫുഡൊക്കെ നിനക്ക് വേണ്ടി അവർ ഓർഡർ ചെയ്തതാണ്. വേഗം കഴിച്ചോളൂ. ഹായ് ഫ്രഞ്ച് ഫ്രൈസ്. എനിക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തതിന് താങ്ക് യു. നിങ്ങളെന്താ ഫുഡ് കഴിക്കാതെ ബാഗിലേക്ക് വെച്ചത്? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്. ഞാൻ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് വിശന്നിരിക്കുകയായിരിക്കും പാവം. നിങ്ങളെന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? നിങ്ങൾക്ക് വല്ല ജോലിയും ചെയ്തൂടെ? എൻ്റെ അമ്മ കിടപ്പിലാണ്. അമ്മയെ നോക്കാൻ വേറെ ആരുമില്ല. ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ എൻ്റെ അമ്മ കഷ്ടത്തിലാവും. പക്ഷേ എന്നാലും നിങ്ങൾ ഇങ്ങനെ എത്ര കാലം ജീവിക്കും? അറിയില്ല. ഞാൻ വളരെ വിഷമത്തിലാണ് ആ കാര്യത്തിൽ. പലരും ഇതുപോലെ ഓരോന്ന് സഹായിക്കും. ഇല്ലെങ്കിൽ ഞാനിതുപോലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ തട്ടുകടയിലോ പോയി ഇരിക്കും. അവിടെ ബാക്കി വരുന്ന ഫുഡ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എങ്ങനെ? നിങ്ങളുടെ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെക്കാം. അതെ, എന്നിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഹോം നേഴ്സിന് ശമ്പളം കൊടുക്കണ്ടേ? അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അതിൻ്റെ ഫുൾ ചെലവ് ഞങ്ങളുടെ കമ്പനി ഏറ്റെടുക്കും. ഞങ്ങളുടെ കമ്പനിയിൽ ഇതുപോലെ ഒരുപാട് പേരെ സഹായിക്കാറുണ്ട്. ഓ, നിങ്ങളെ കണ്ടത് എൻ്റെ നല്ല സമയം. എന്നെ സഹായിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അതെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. തീർച്ചയായിട്ടും ഞാൻ നല്ലതുപോലെ ജോലി ചെയ്ത് നിങ്ങളെപ്പോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കും. അതെ, നമ്മൾ എത്ര വലുതായാലും നമ്മൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. എൻ്റെ കണ്ണ് തുറപ്പിച്ചതിന് നന്ദി റീന. നിന്നെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം.